വിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരാളും ഈ സൂറത്തിനെ ഒഴിവാക്കിയിട്ടില്ല. അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ സൂറത്ത് 313 തവണ പ്രത്യേക നീയത്തോടുകൂടെ ഹലാലായ ഒരു ആവശ്യം നേടിയെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഓതിക്കഴിഞ്ഞാൽ ബിഇദ്നില്ലാഹി തആല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പാത്രം വെള്ളമെടുത്ത് അതിലേക്ക് ഈ സൂറത്ത് 40 തവണ മന്ത്രിച്ച് ആ വെള്ളം രോഗിയുടെ കൈകാലുകളും മുഖവും തലയും കഴിയുന്നത്ര ദേഹത്തിൻ്റെ ഉള്ളും പുറമൊക്കെ തടവുകയും കുടയുകയും ചെയ്താൽ അവൻ്റെ ശരീരത്തിലുള്ള ഉൾഭാഗത്തുള്ള പുറം ഭാഗത്തുള്ള എല്ലാ രോഗങ്ങളും മാറാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ വിഷമേറ്റ പാമ്പിൻ്റെയോ തേളിൻ്റെയോ വിഷജന്തുക്കളുടെയൊക്കെ വിഷമേറ്റ ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തരി ഉപ്പിട്ട് അതിൽ ഈ സൂറത്ത് 7 തവണ മന്ത്രിച്ച് ആ വ്യക്തിക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ആ വിഷമേറ്റത് വളരെ പെട്ടെന്ന് തന്നെ ഒഴിവായി പോകുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിച്ച അതിവിശിഷ്ടമായൊരു സൂറത്തുണ്ട്. ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളിവിടെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഓരോ ദിവസവും ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഈ സൂറത്തിന് സൂറത്തു ഷിഫാ, രോഗശമനത്തിൻ്റെ സൂറത്ത് എന്ന പേരുണ്ട്. റുഖിയ എന്ന പേരും ഈ സൂറത്തിനുണ്ട്. ആത്മീയ ചികിത്സാ രംഗത്ത് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം ഈ പേരുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. രോഗഷിഫാഇൻ്റെ സൂറത്ത്, റുഖിയ എന്നൊക്കെ പേരുള്ള അതിവിശിഷ്ടമായൊരു സൂറത്താണ്. ആത്മീയമായ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന, ആത്മീയമായിട്ട് പരിഹാരം കണ്ടെത്തുന്ന ഒരാളും ഈ സൂറത്തിനെ പ്രയോഗിക്കാതെ ഒരു അമലിലേക്കും
ഒരാളും പ്രവേശിക്കാറില്ല. ഒരിക്കൽ മഹാനരായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കവേ മേൽഭാഗത്ത് നിന്ന് ശക്തമായ ഒരു മുഴക്കം കേട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ആകാശ ലോകത്ത് നിന്ന് ഒരു കവാടം തുറക്കപ്പെട്ടതിൻ്റെ ശബ്ദമാണ്. ഇന്ന് വരെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ആ വാതിലിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഭൂമി ലോകത്ത് ആദ്യമായാണ് ഈ മലക്ക് ഇറങ്ങി വരുന്നത്. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടത്തേക്ക് നൽകപ്പെട്ട 2 പ്രകാശങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത്. അത് മറ്റൊരു പ്രവാചകർക്കും അത് ലഭിച്ചിട്ടില്ല. ഏതാണെന്നറിയോ ആ 2 പ്രകാശങ്ങൾ? ആ 2 പ്രകാശത്തിൽ ഒന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങളുമാണതെന്ന് ആ മലക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മലക്ക് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവ പാരായണം ചെയ്ത് എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യും എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിമഹത്വവും പ്രാധാന്യമർഹിക്കുന്നതുമായ ചില പ്രത്യേക അമലുകളാണ് നമ്മളിന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. എഴുതി വച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലെ, നിങ്ങളുടെ മക്കളിലെ, നിങ്ങളുടെ കൂട്ടുകാരിലെ, നിങ്ങളോട് സമീപിക്കുന്നവരിലെ അവരെന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ അവർക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അത് മാറും, ഇങ്ങനെ ചെയ്യൂ അത് മാറും എന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുന്ന നാക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലുന്ന നാക്കുകളാണെങ്കിൽ, അസ്മാഉൽ ഹുസ്ന പോലെയുള്ള നമ്മുടെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ, അത്തരം ആളുകളാണ് അമൽ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കാനും കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ പ്രഥമ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒട്ടനവധി മഹത്വങ്ങളുണ്ട്. എല്ലാ ദിവസവും 5 നേരം നിസ്കാരങ്ങളിൽ നിർബന്ധമായും നാം പാരായണം ചെയ്തിരിക്കണം. അങ്ങനത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുള്ള ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നുണ്ട്. ഉമ്മുൽ ഖുർആൻ എന്ന പേരിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും ഈ സൂറത്തിനെ പറയാറുള്ളത്. ഇപ്പം നമ്മൾ 3 പേരുകൾ സൂറത്തുൽ ഫാത്തിഹയുടേതായിട്ട് പറഞ്ഞു അല്ലേ? നിങ്ങളതൊക്കെ എഴുതി അറിയിക്കണം ഇൻഷാ അല്ലാഹ്. സൂറത്തു ഷിഫ, അർ റുഖിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സൂറത്ത്. ഈ സൂറത്ത് ആത്മീയ ചികിത്സാ രംഗത്ത് ആത്മീയമായ വിഷയങ്ങൾ പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന, ആത്മീയമായി പരിഹാരം കണ്ടെത്തി കൊടുക്കുന്ന വലിയ വലിയ സൂഫി വര്യന്മാർ, മഹാന്മാർ, അവരൊക്കെ ഈ സൂറത്ത് വളരെയധികം ഗൗരവത്തോടുകൂടെ കാണാറുണ്ട്. ഈ 2 പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരുപാട് രോഗങ്ങൾക്ക് ഷിഫയാണെന്ന് ഈ 2 പേരുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. മഹാനരായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ അവരോട്, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ മുമ്പ് ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ അധ്യായം ഞാൻ പഠിപ്പിച്ചു തരാം. ശേഷം അവിടുന്ന് എൻ്റെ കരങ്ങൾ പിടിച്ചു പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാം എന്നങ്ങ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതെ, അത് അല്ലാഹു എനിക്ക് നൽകിയ ഹംദിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന സബ്ഉൽ മസാനി എന്ന പേരുള്ള ഫാത്തിഹ സൂറത്താണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത് കൃത്യമായി കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ എത്ര പേര് പഠിച്ചു? സബ്ഉൽ മസാനി എന്ന പേരുമുണ്ട് അല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ മറ്റു ഭാഗങ്ങളിൽ അല്ലാഹു ഇറക്കിയിട്ടില്ല. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത്രമേൽ ശ്രേഷ്ഠമായ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെ മജ്ലിസിലിരുന്ന് നാം ഫാത്തിഹ ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സകല അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഉലമാക്കളുടെയും സുഹാദീങ്ങളുടെയും ശുഹദാക്കളുടെയൊക്കെ പേരിൽ നമ്മളൊക്കെ ഓതാറുള്ളതാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ വളരെ സവിശേഷമായ മഹത്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായത് തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന്
ഇമാം തുർമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹ 20 തവണ ഓതിയിട്ട് 5 വഖത്തിലുമായി 100 തവണ പൂർത്തിയാക്കിയാൽ മാനസികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും അകന്നുപോകും. അവൻ്റെ റിസ്ക് അള്ളാഹു വിശാലമാക്കും, മഈഷത്തിനുള്ള വക അള്ളാഹു നൽകും, കുടുംബസമേതം ഇഹപര വിജയം കിട്ടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും എന്ന് മഹാന്മാർ പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ 20 തവണ ഓതുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഫാത്തിഹ 20 തവണ ഓതുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എളുപ്പത്തിൻ്റെ രൂപം പറഞ്ഞുതരാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞോ നിസ്കാരം കഴിഞ്ഞോ പുറത്തിറങ്ങുമ്പോൾ ആ പള്ളിയിൽ നിന്ന് നടന്ന് പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് വാഹനത്തിലാണെങ്കിൽ വാഹനത്തിലേക്ക് കയറുന്നതിനിടയ്ക്ക് വീട്ടിലെത്തുന്നത് വരെ അല്ലെങ്കിൽ നടന്നു പള്ളിയിൽ നിന്ന് വരുന്നത് വരെ ചൊല്ലിത്തീർക്കാവുന്ന സമയമേ 20 ഫാത്തിഹ ഓതാനുള്ളൂ. ഇത് പതിവാക്കുകയാണെങ്കിൽ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിങ്ങനെ 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് തുറന്നു വെച്ച് ഓതി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി പ്രത്യേകം സമയം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നടന്നു വരുന്ന സമയത്ത് ചൊല്ലാവുന്നതേ ഉള്ളൂ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചൊല്ലാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദിക്ർ ചൊല്ലുന്ന ആ കൂട്ടത്തിൽ ഇതങ്ങ് ഉൾപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും? മാനസികമായും ശാരീരികമായുള്ള എല്ലാ വിഷമതകളും തീർന്നു പോകാൻ കാരണമാകും. ജീവിതം ഞെരുക്കത്തിൽ കഴിയുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു ഫത്ഹ ലഭിക്കാൻ കാരണമാകും. കുടുംബത്തിൽ റാഹത്തില്ലാത്ത ആളുകളുടെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകും. അതൊരു അമല്. മറ്റൊന്ന്, 313 തവണ ഒരാൾ ഈ സൂറത്തിനെ, ഫാത്തിഹ സൂറത്തിനെ ഹലാലായ മുറാദ് മനസ്സിൽ കരുതിയിട്ട്, അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കണം, അനുവദിക്കപ്പെട്ട കാര്യമാണോ ആ കാര്യം മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടും, വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കൂ, 313 ഫാത്തിഹ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഇതേപോലെ ഒരു കൃത്യമായ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ഓതുകയാണെങ്കിൽ നടക്കും. 5 വഖത്ത് ഫർള് നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം 20 ഫാത്തിഹ വെച്ച് ഓതുകയാണെങ്കിൽ ഒരു ദിവസം 100 എണ്ണം പൂർത്തിയാകും. രണ്ടാമത്തെ ദിവസം 200 എണ്ണം പൂർത്തിയാകും. മൂന്നാമത്തെ ദിവസം 300 എണ്ണം പൂർത്തിയാകും. ഒരു തഹജ്ജുദിൻ്റെ സമയത്തേക്ക് ബാക്കി 13 എണ്ണം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ആ തഹജ്ജുദിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി. ബിഇദ്നില്ലാഹി തആല അവൻ്റെ ആ മുറാദുകൾ ഹാസിലായി കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായി ചൊല്ലിക്കോ. നമ്മളിവിടെ അമല് പറയുന്നതോടുകൂടെ അത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളത് കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടത് ചെയ്താൽ നമുക്ക് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ വായിച്ച ഹദീസിൽ മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ ഇജാബത്തുണ്ട് എന്നുള്ളത്. തീർച്ചയായും ആ വാക്ക് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് വഹയ്യ് പ്രകാരമാണ്, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് പ്രകാരമാണ്. ആത്മാർത്ഥമായി ചെയ്തുകൊള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 2 അമലുകൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 20 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 313 പൂർത്തിയാക്കാൻ ഒരു പണിയില്ല അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഇത് വേറൊന്നും ചൊല്ലുക, അത് വേറൊന്നും ചൊല്ലുക, അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചൊല്ലുന്ന കൂട്ടത്തിൽ തന്നെ നിയ്യത്താക്കിയിട്ട് അത് പൂർത്തീകരിച്ചാലും മതി. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വലിയ ഫലമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരിക്കൽ സ്വഹാബാക്കളൊക്കെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്രയുടെ ഇടയ്ക്കുള്ള വിശ്രമത്തിന് വേണ്ടി ഒരിടത്ത് തങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു. അപ്പോൾ അവിടെ ചില അറബ് ഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങളെ അതിഥിയായി സ്വീകരിക്കാമോ എന്ന് പറഞ്ഞ് അവരോട് റിക്വസ്റ്റ് നടത്തിയപ്പോൾ അവരതിന് വിസമ്മതം കാണിച്ചു, അവരത് സമ്മതിച്ചില്ല. അങ്ങനെ അതിനിടയ്ക്ക് സ്വഹാബാക്കൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഈ ഗോത്രം അറബ് ഗോത്രക്കാർ അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക്
ആ അറബ് ഗോത്രക്കാരിൽപ്പെട്ട അവരുടെ ഗോത്രത്തലവനെ ഒരു വിഷത്തേള് നന്നായി കടിച്ചു എന്നാണ് പറയുന്നത്, കുത്തി. അപ്പോൾ അവർക്കറിയാവുന്ന പല ചികിത്സകളും പല രൂപങ്ങളും ആ വിഷം ഒഴിവായി പോകാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി. 18 അടവും പയറ്റിയിട്ടും അവർക്ക് ആ വിഷം ഇറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്ത് ചികിത്സകൾ നടത്തിയിട്ടും വിഫലമായപ്പോൾ, അത് ഫലം കാണാതെ വന്നപ്പോൾ അവർ കിട്ടിയ കച്ചിത്തുരുമ്പ് എന്ന അടിസ്ഥാനത്തിൽ നേരത്തെ സമ്മതം ചോദിച്ച് ആതിഥേയത്വം ചോദിച്ച് സമ്മതിക്കാതെ ആ സ്വഹാബാക്കൾ ഉണ്ടല്ലോ, അവരുടെ അടുക്കൽ പോയിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ തേള് വിഷത്തിനുള്ള വല്ല മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനനായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഞാൻ മന്ത്രിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ ആതിഥ്യ മര്യാദ കാണിക്കാനോ അതിഥിയായി സ്വീകരിക്കാനോ വിസമ്മതിച്ചവരാണ് അല്ലേ, നിങ്ങളതിന് സമ്മതിച്ചിട്ടില്ല, നമ്മളെ റിക്വസ്റ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രതിഫലമായിട്ട് പാരിതോഷികം നൽകാതെ ഞാൻ മന്ത്രിക്കുകയില്ല. ഞാനത് സുഖപ്പെടുത്തി തരാം, ആ വിഷം ഞാൻ ഇറക്കിത്തരാം. പക്ഷെ വിഷം ഇറക്കണമെങ്കിൽ നേരത്തെ നിങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളിതിന് പാരിതോഷികം പ്രതിഫലം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാതെ മന്ത്രിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 30 ആടുകളെ നൽകാമെന്ന് അവർ തീരുമാനിച്ചു, സമ്മതിച്ചു. അങ്ങനെ മഹാനരായ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ഫാത്തിഹയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗോത്രത്തലവൻ്റെ വിഷബാധ പൂർണ്ണമായും സുഖപ്പെട്ടു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുത്തപ്പോൾ ഗോത്രത്തലവൻ്റെ രോഗം, ആ വിഷം പൂർണ്ണമായും ഇറങ്ങി, ആ വിഷബാധ പൂർണ്ണമായും സുഖപ്പെട്ടു. അവർക്കതിന് പാരിതോഷികം ലഭിച്ചപ്പോൾ അത് വീതിച്ചു നൽകണമെന്ന അഭിപ്രായത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അത് എല്ലാവരും കൂടെ വീതിച്ചെടുക്കുകയും ചെയ്തു. നിങ്ങളെങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് ലഭിച്ച പാരിതോഷികം നിങ്ങൾ വീതിച്ചെടുക്കുക, ഒരു വിഹിതം എനിക്കും നൽകുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷബാധയേറ്റയാളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. വിഷബാധയേറ്റയാൾക്ക്, എന്തെങ്കിലും മാരകമായ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് 7 തവണ ഫാത്തിഹ ഓതി മന്ത്രിക്കുന്നത് കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത കേൾക്കുകയാണ്, അപ്പോൾ വേഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് ചെയ്തു വയ്ക്കുക, എഴുതി വയ്ക്കുക. നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരുപാട് പരിഹാരങ്ങളിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം കാണാം. ഒരു സ്വഹാബാക്കളിൽ ചില ആളുകൾ യുദ്ധയാത്രക്കിടയിൽ ബോധക്ഷയം ബാധിച്ച് കിടക്കുന്ന ഒരാളെ കണ്ടു. അപ്പം അങ്ങനെ ബോധക്ഷയം ബാധിച്ച് ബോധം കെട്ടെടുക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അവരിലൊരാൾ, സ്വഹാബാക്കളിലൊരാൾ അവരുടെ ചെവിയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി. ഇതറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഉമ്മുൽ ഖുർആനാണ്, അത് ഏത് രോഗത്തിനും ശിഫ നൽകപ്പെടുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് ഈ വിഷയങ്ങളൊക്കെ. നമ്മളും തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ മടിച്ച് നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പെട്ടെന്നൊരാൾ വീണെടുക്കുകയാണ്, എന്നാൽ നമ്മൾ പെട്ടെന്ന് ശ്വാസം പോയി കിടക്കുന്ന ഒരാളാണെങ്കിൽ ശ്വാസം കിട്ടേണ്ട രൂപത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യൂലേ, നെഞ്ചിലൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ, എല്ലാ ഭൗതികമായ കാര്യങ്ങളും ചെയ്യുന്നതോട് കൂടെ തന്നെ ഒരു 7 ഫാത്തിഹ അത് ആർക്കും ചെയ്യുക. ഇത് കേൾക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ ആർക്കും ചെയ്യുക. അതിന് പ്രായക്കുറവോ പ്രായം കൂടുതലോ ഒന്നുമില്ല. നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അങ്ങനെ എത്തുകയാണ്, വേഗം ഖുർആനിന് മാസ്മരിക ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിനെതിരെ പറയുമോ? കളവ് എന്ന് പറയാൻ പോലും പാടില്ല, അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചത്. നബിതങ്ങൾ സത്യത്തിനെതിരെ പറയുമോ? നബിതങ്ങൾ പറയുന്നതെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്ത് പറയുന്നില്ലേ? നബിതങ്ങൾ പറയുന്നു രോഗം ഷിഫയാകാൻ 7 തവണ ഫാത്തിഹ ഓതിയാൽ മതി.
ഒരു വിഷം ശക്തമായി ബാധിച്ച ഒരു ഗോത്രത്തലവൻ്റെ രോഗം മാറാൻ ഫാത്തിഹ കാരണമായി എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അത് സ്വഹീഹുൽ ബുഖാരിയല്ലേ? ഇങ്ങനെ കൃത്യമായി തെളിവുകളും അടിസ്ഥാനങ്ങളുണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഉറച്ച വിശ്വാസത്തോടു കൂടെ കൃത്യമായി ചെയ്യുക, അതിന് ഫലമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതേതു പ്രയാസങ്ങളിലും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സ്വഹാബി ഒരിക്കൽ സമീപിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഒരു സംഘം ആളുകളെ കണ്ടു. അവരിൽ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു മാനസിക രോഗിയുണ്ടായിരുന്നു, ഒരു ഭ്രാന്തൊക്കെ പിടിപെട്ടൊരു രോഗി. അപ്പോൾ ആ സ്വഹാബിയോട് ചോദിച്ചു, ഇവർക്ക് വല്ല ട്രീറ്റ്മെൻറ്റും നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 3 നാൾ രാവിലെയും വൈകുന്നേരവുമായി അയാളെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുക്കുക. അങ്ങനെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുത്തു എന്നാണ്. മന്ത്രിക്കുന്ന സമയത്ത് അല്പം ഉമിനീരോടുകൂടെ ഊതുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഫലമായി മാനസിക രോഗം സുഖപ്പെട്ടപ്പോൾ ഈ ചെയ്ത സ്വഹാബിക്ക് 100 ആടുകളെ നൽകി. അന്നങ്ങനെ പ്രതിഫലം പാരിതോഷികമായിട്ട് സന്തോഷം കിട്ടുന്ന രൂപത്തിൽ നൽകി. അങ്ങനെ നൽകിയപ്പോൾ ഇക്കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ ആടുകളെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. കാരണം നിങ്ങൾ നിഷിദ്ധമായ മന്ത്രത്തിനാണ് പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ലാത്തത്. നിങ്ങൾ അനുവദിക്കപ്പെട്ട സത്യസന്ധമായ കാര്യവും മന്ത്രവുമാണ് ചെയ്തത് എന്ന് അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തു വിഷയങ്ങൾക്കും പ്രിയമുള്ളവരെ ഫാത്തിഹ പരിഹാരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മജ്ലിസിലൊക്കെ നമ്മൾ ഫാത്തിഹ ഒഴിവാക്കാതെ ഓതുന്നത്. നിങ്ങൾക്ക് മജ്ലിസിൽ ഒരു മാസമെങ്കിലും ചുരുങ്ങിയത് പങ്കെടുക്കി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വർഷങ്ങളായി മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. മഹാനരായ ഇബ്നുൽ ഖയ്യിം അവരുടെ രോഗവും ഔഷധവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഫാത്തിഹ സൂറത്ത് കൊണ്ട് ചികിത്സ നടത്തിയ എനിക്ക് അത്ഭുതങ്ങളായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർമാരോ വൈദ്യന്മാരോ ഇല്ലാത്ത കാലത്ത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാമെന്ന് തോന്നി. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ കണ്ടപ്പോൾ അങ്ങനെ ഫാത്തിഹ ഓതി ചികിത്സ തുടങ്ങി. അങ്ങനെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ രോഗശമനം ലഭിച്ചു. അതിനുശേഷം ശരീരവേദനയും മറ്റു അനുഭവിക്കുന്ന എൻ്റെ രോഗം ഫാത്തിഹയിലൂടെ മാറിയ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് പറഞ്ഞു കൊടുത്ത ആളുകൾക്കും ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ ലഭിച്ചു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക. എന്തു മന്ത്രിക്കുമ്പോഴും ഫാത്തിഹ ഓതി മന്ത്രിക്കുക. ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഭൗതികവും പാരത്രികവുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമെന്ന് ഒരു ഹദീസിലുണ്ട്. മിർഖാത്തിലൊക്കെ അത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഭൗതികവും പാരത്രികവുമായ നിരവധി ഫലങ്ങൾ ഫാത്തിഹയിലൂടെ കരഗതമാക്കാൻ കഴിയുമെന്ന് ധാരാളം ഹദീസുകളിൽ വന്നു അല്ലേ. രോഗശമനത്തിന് ആവശ്യപൂർത്തീകരണത്തിനെല്ലാം ഫാത്തിഹ വലിയ പ്രതിഫലം ചെയ്യുമെന്ന് അബൂദാവൂദും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ ഖുർആനിലെ ഓരോ സൂറത്തുകളുടെയും പേരുകൾക്ക് ഓരോ കാരണങ്ങളുണ്ട്. സൂറത്തുൽ ബഖറ എന്ന 2-ാമത്തെ അധ്യായത്തിന് പേര് വരാൻ കാരണം നമുക്കറിയാം. അതേപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ വന്നിട്ടുള്ളൊരു പദമാണ് അൽ ഹംദ് എന്ന് പറയുന്നത് അല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഹംദ്, ആ കാരണം കൊണ്ട് ഈ സൂറത്തിന് അൽ ഹംദ് എന്ന് പേരുണ്ട്, സൂറത്തുൽ ഹംദ് എന്ന് പേരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫാത്തിഹയുടെ എത്ര പേരുകൾ പറഞ്ഞു? അത് ഓർമ്മയുള്ള ആളുകൾ ആരാണ് ഇത്രയും ക്ലാസ് സാഗൂതം ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫാത്തിഹയുടെ എത്ര പേരുകൾ നമ്മൾ പറഞ്ഞു? ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ എത്ര പേരുകൾ പറഞ്ഞു? അറിയാവുന്നവരെഴുത്. ഫാത്തിഹയിൽ എത്ര പേരുകൾ? ഫാത്തിഹയുടെ പേരുകൾ, ഫാത്തിഹയുടെ 6 പേരുകൾ 7 പേരുകൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി അറിയിക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ചില ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ക്ലാസ് നന്നായിട്ട് കേൾക്കുന്നത്. ഇനി ഒരുപാട് പേരുകളുണ്ട് ഫാത്തിഹയുടേത്, ഞാനത് എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ വല്ലവനും ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതിയാൽ മരണമല്ലാത്ത സകല ആഫത്തുകളിൽ നിന്നും
ആ രാത്രി അയാൾ സുരക്ഷിതനായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹയുടെ ഇതിൽ നമ്മൾ പറയാത്തൊരുപാട് അമലുകളുണ്ട് കേട്ടോ. നമ്മളിതിൽ പറയാത്തതാണ്. അതിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ ഒരു ഒരു ബറക്കത്തതിനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ എന്താ പല ഗൗരവമുള്ള കേസുകൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് അമലുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഫാത്തിഹ എന്തുദ്ദേശം വെച്ച് ഓതുന്നു ആ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനരായ ഹസൻ റളിയല്ലാഹു അൻഹു രോഗബാധിതരായപ്പോൾ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയുണ്ടായി ഫാ ഇല്ലാത്ത അക്ഷരം ഉപയോഗിച്ച് ഉള്ള സൂറത്ത് കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത്. അങ്ങനെ ഫാ ഇല്ലാത്ത അക്ഷരമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ പേരിൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഫാ ഉണ്ടെങ്കിലും ഫാത്തിഹയിൽ ഫാ ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹയുടെ ആയത്താണെന്ന് വെച്ച് നോക്കുമ്പോൾ അതിൽ ഫാ ഇല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാ ഇല്ല. അർറഹ്മാനിർ റഹീം ഫാ ഇല്ല. മാലിക് യൗമിദ്ദീൻ ഫാ ഉണ്ടോ? ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഫാ ഉണ്ടാകില്ല. ആ ഫാ ആഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫാഇൻ്റെ അഭാവം അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ അത് ഒറ്റ ഹർഫാക്കിയിട്ടൊക്കെ അത് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് ശുദ്ധജലം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ വലിയ ഷിഫ ലഭിക്കാൻ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുകൾ ഫാത്തിഹയ്ക്ക് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് എഴുതാൻ ആവുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ഫാത്തിഹ കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ, കണ്ണുവേദന മാറാൻ, സുബഹിക്ക് ഫർള് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും ഇടയിൽ ഫാത്തിഹ 41 വട്ടം ഓതുകയും വായിൽ ഉമിനീര് കൊണ്ട് കണ്ണ് തടവുകയും ചെയ്യണം. വേദന മാറും. കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ശിഫയാകും. പുതിയ കാലത്ത് കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, തിമിരം ബാധിച്ചവർ, വിസിബിലിറ്റി കുറഞ്ഞ ആളുകൾ, ലോങ് വ്യൂ കിട്ടാത്ത ആളുകൾ, ഇങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്. അത്തരം രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നുള്ളതാണ് എപ്പോഴും നടക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഇതിന് സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അവിടെയൊക്കെ സംഭവിക്കേണ്ടത് മിറാക്കിൾ, ഒരത്ഭുതം സംഭവിക്കണം. അത് ഇത്തരം അമലുകളെ കൊണ്ട് കാരണമാകും. നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ, സംഭവിക്കും. അങ്ങനെ പല മഹാന്മാർക്കും പലതും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബുഖാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആധികാരികമായ ഗ്രന്ഥമല്ലേ. അതിലല്ലേ പറഞ്ഞത് വിഷം പൂർണ്ണമായി ഇറങ്ങിപ്പോയി എന്നുള്ളത്. അതിലല്ലേ ബോധം കെട്ട് കിടക്കുന്ന ആളെ എഴുന്നേറ്റു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ കണ്ണുവേദനയുമായി ബന്ധപ്പെട്ട്, കണ്ണു രോഗങ്ങളുമായി ബന്ധപ്പെട്ട്, കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ആളുകളെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ, ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 41 എന്നൊക്കെ കേൾക്കുമ്പോൾ കൂടുതലുണ്ടെന്നൊന്നും കരുതണ്ട. വളരെ പെട്ടെന്ന് തീരും നമ്മുടെ സമയം, നമ്മളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ സുബഹിക്ക് ഫർദ് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനൊക്കെ ഇടയിൽ അത് കുറച്ച് സമയം ഇങ്ങനെ ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കണ്ണീറിന് ഇത് വലിയധികം ഫലം ചെയ്യുന്നൊരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് അത് പ്രത്യേകം പറയാറുണ്ട്. ഒരു വലിയ മഹാന് പറയുന്നുണ്ട്, വേദനയുള്ള സ്ഥലത്ത് ഫാത്തിഹയും അല്ലാഹുമ്മ അദ്ഹിബ് അന്നി സുഅമ അജിദ് എന്ന് പറയുന്ന ദുആയും കൂടെ കൈവച്ച് ഓതിക്കഴിഞ്ഞാൽ ആ രോഗം സുഖപ്പെടുമെന്നും അത് പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് ഫലം കിട്ടി, ഒരുപാട് ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത് ഫലം കിട്ടി എന്ന് മനസ്സിലാക്കിയ ഒരു ദുആയും കൂടെയാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.